ഇന്നലത്തെ വേൾഡ് കപ്പ് അർജന്റീന ഇംഗ്ലണ്ട് സെമിഫൈനൽ കണ്ടവർക്കറിയാം. എന്താ രസം, എന്താ ത്രില്ലിങ്, എന്താ കംബാക്ക്. ഇതൊക്കെയാണ് ഫുട്ബോളിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ. ഒരു രക്ഷയില്ലാത്ത ലെവലിലാണ് അത് ബിൽഡപ്പ് എടുത്തുന്നത്. മെസ്സി ഗ്രൗണ്ടിൽ അർജന്റീന ആത്മാവും എല്ലാം ആണെങ്കിൽ അപ്പുറത്ത് ആശാനുണ്ട്. ബ്രെയിനും ടച്ചും ഗിയറും മൂപ്പറത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. മൂപ്പർ 80-ാം മിനിറ്റ് വരെ യാതൊരു ചലനമില്ലാതെ നിൽക്കുന്ന ടീം. ദ കംബാക്ക് വെറും 10-12 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് 2 എണ്ണം ഇംഗ്ലണ്ട് പോസ്റ്റിൽ അടിച്ച് കയറ്റത്. ഇംഗ്ലണ്ട് പോസ്റ്റിൽ എൻസോ ഫെർണാണ്ടസ് എണ്ണം പറഞ്ഞ ഗോള്. മാർട്ടിനസിന് മെസ്സി കൊടുത്ത അസിസ്റ്റ് ഉണ്ടല്ലോ, റൈറ്റ് ഫുട്ടിൽ, ലെഫ്റ്റ് ഫുട്ടാണല്ലോ മെസ്സിന്റെ ഏറ്റവും ഭയങ്കര സ്ട്രെങ്ത് കാരണം. റൈറ്റ് ഫുട്ടിൽ കൊടുത്ത അസിസ്റ്റ് മാർട്ടിനസ് അത് അങ്ങോട്ട് വലയിൽ ഹെഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഒരു രക്ഷയില്ലാത്ത ലെവലിലാണ് ആ ഹെഡ് ചെയ്ത് ഗോളാക്കി. ഇന്നലെ എൻസോ ഫെർണാണ്ടസിന് കളിയിൽ മൊത്തത്തിൽ മിഡിലില്, ബാക്ക് ലൈനില്, ഡിഫൻസില്, സ്ട്രൈക്കില് ഇന്നലെ ഏകദേശം 4 ലോങ് റേഞ്ച് എൻസോ ഫെർണാണ്ടസ് അറ്റംപ്റ്റ് ചെയ്തിരുന്നു ഇന്നലെ ഇംഗ്ലണ്ട് പോസ്റ്റിൽ. അതിൽ 4ാമത്തെ ആ അറ്റംപ്റ്റാണ് സ്കോറായത്. അത്രയും ഇന്നലെ മാൻ ഓഫ് ദ മാച്ച് മെസ്സിക്കാണെങ്കിലും കളി ഇന്നലെ മുഴുവൻ എൻസോന്റെ കയ്യിലായിരുന്നു. ഡിഫൻസിൽ, മിഡിലിൽ, ആ സ്ട്രൈക്കിൽ, ഗോളുകൾ എല്ലാം. ഇതേമാതിരി അർജന്റീനെ ഫുൾ ഡിഫൻസ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് പിടിച്ചു നിൽക്കാമെന്ന് തുഷേലിന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, പണ്ട് തുഷേലിന് ഇതേമാതിരി PSG ബാഴ്സലോണനെ പഞ്ഞിക്കിട്ടിട്ട് അവസാനം ബാഴ്സലോണ ഇവിടെ വന്നിട്ട് ബാഴ്സലോണയുടെ നാട്ടിൽ ചെന്നിട്ട് PSG പഞ്ഞിക്കിട്ട സമയത്ത് തുഷീലാണ് കോച്ച്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് അർജന്റീന ലോകത്തിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കേഴ്സാണ്. 10 സ്ട്രൈക്കേഴ്സ് എടുത്താൽ മെസ്സി, അൽവാരസ്, ലൗട്ടോറോ ഈ 3 ആളുണ്ടാവും. മിഡിലിൽ എൻസോ, മെക്കലിസ്റ്റർ ഇവർ 2 ആളുണ്ടാവും. ബാക്ക് ലൈനിൽ ലിസാൻഡ്രോ മാർട്ടിനസ്, റൊമേറോ, എമി ഗോളി. ഇവരെല്ലാവരും ഫസ്റ്റ് ലെവല്ല. ഇപ്പൊ ഈ വേൾഡ് കപ്പിൽ തന്നെ സ്കോറിങ് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക്. എല്ലാ സ്ട്രൈക്കേഴ്സും അർജന്റീന സ്ട്രൈക്കേഴ്സും ഗോൾ സ്കോർ ചെയ്ത്. മിഡിലിൽ മെക്കലിസ്റ്റർ, എൻസോ, ബാക്ക് ലൈനിൽ ലിസാൻഡ്രോ, റൊമേറോ ഇവരെല്ലാം സ്കോർ ചെയ്ത്. ഇത്രയും പവർഫുള്ളായിട്ട് തിരിച്ചു വരവ്, ഒരു രക്ഷയില്ലാത്ത തിരിച്ചു വരവാ. എന്താ രസം കംബാക്ക്. ഇതാണ് കംബാക്ക് എന്നൊക്കെ പറഞ്ഞാൽ. എന്താ ആ ലെവലില് അത് ഉടനീളം ഈ നോക്കൗട്ട് ഉടനീളം അങ്ങനെ വന്നു. പിന്നെ ഇംഗ്ലീഷ് ടീമിനൊന്നും ഇങ്ങനെ ഡിഫൻസ് ചെയ്തിട്ട് പിടിച്ചു നിൽക്കാനൊന്നും അർജന്റീന നിർത്താനൊന്നും അവർക്ക് കഴിയൂല. അല്ലെങ്കിൽ 80-ാം മിനിറ്റിൽ വരെ നിന്ന ടീം കളി കഴിഞ്ഞ് 90 മിനിറ്റ് കഴിഞ്ഞ് എക്സ്ട്രാ ടൈം കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടിയിലായി എന്ന് പറഞ്ഞാൽ എന്താ അവരുടെ അവസ്ഥ. അതാണ് അർജന്റീന കംബാക്ക്.